ഹലോ അസ്സാമു അലൈക്കും. അപ്പോൾ 3 കറുത്ത പഴം, തോല് കറുത്ത പഴവും 2 കോഴിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്നാക്സ് റെഡിയാക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക കേട്ടോ. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്സ് ആക്കിയിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു അടിപൊളി പലഹാരം തന്നെ കേട്ടോ അത്. ഒരു 3 പഴവും അതുപോലെ ഒരു 4 കോഴിമുട്ടയും ഒരു 3-4 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് കേട്ടോ. അപ്പോൾ നമ്മളപ്പോഴും പല രീതിയിലും ട്രൈ ചെയ്യലുണ്ടാവും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണ്. എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ കേട്ടോ. അപ്പോൾ 2 പഴം നമുക്ക് നടുങ്ങനെ പിളർക്കെ കീറിയിട്ട് 4 കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടോ. മറ്റേ ഒരു പഴം നമുക്ക് വേറെ രീതിയിലാണ് മുറിച്ചിട്ടുണ്ട്. റൗണ്ടാക്കിയിട്ട് നമ്മൾ വറുത്ത ചിപ്സൊക്കെ മുറിക്കില്ല അതുപോലെ മുറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴം നമ്മൾ തോല് കറുത്തതാണെങ്കിൽ ഉള്ളിൽ നല്ലതായിരിക്കണം കേട്ടോ. ചിലത് തോല് കറുത്ത ഉള്ളിൽ ഒരു ചളി പിളി മോഡലുണ്ടാകും. ആ ഒന്ന് എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് തോല് മാത്രം കറുത്തിട്ടേ ഉള്ളൂ, ഉള്ളിലൊക്കെ നല്ല പഴം തന്നെയാണ്. അപ്പോൾ 2 പഴങ്ങളും നമുക്ക് ചെറുതാക്കി മുറിച്ചിടാം. അപ്പോൾ എൻ്റെ പനിയൊക്കെ ഏകദേശമൊക്കെ സുഖമായിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ചുമയാണ് മാറാത്തത്. നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ചുമക്കുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുടിച്ചിട്ട് മാറ്റമില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ 3 ബോട്ടിൽ മരുന്നൊക്കെ കുടിച്ചിട്ട് ഒരു മാറ്റമില്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ കുറച്ചൊരു മാറ്റം തോന്നുന്നത് നമ്മളെ കഞ്ഞിക്കൂർക്കലില്ലേ, പനിക്കൂർക്ക പറയും, നമ്മളവിടെ കഞ്ഞിക്കൂർക്കൽ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൂമ്പിലില നമ്മൾ പച്ചയിൽ തന്നെ എടുത്തിട്ട് നാവുമ്മൽ ഇങ്ങനെ അലിയിച്ച് അതിൻ്റെ നീരിറക്കിയാൽ നല്ലൊരു മാറ്റം കിട്ടും ചുമക്ക്. അപ്പോൾ ചുമ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു ടിപ്പിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പഴങ്ങളൊക്കെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സോസ് പാൻ ആട്ടോ വെച്ചത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് കടുകെണ്ണാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. കടുകെണ്ണയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നെയ്യ് ഇല്ല കേട്ടോ. നെയ്യ് നോക്കുമ്പോൾ നെയ്യ് തീർന്നിക്കണം. അപ്പോൾ പിന്നെ കടുകെണ്ണ ഒഴിച്ച് കൊടുത്ത്. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയപ്പം കടുകെണ്ണയിലാട്ടോ മീൻ പൊരിക്കലും പപ്പടം പൊരിക്കലും ഉപ്പേരി ഉണ്ടാക്കലൊക്കെ അതിലാണ്. ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നല്ലൊരു ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ കറി വെക്കാൻ ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ല. കറിയൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ നമുക്ക് കുറച്ച് കടുകെണ്ണ ഒഴിച്ചിട്ട് എന്താക്കുക, നല്ലോണം ഇതൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് വരണം പഴം. അപ്പോൾ കുറച്ചൊരു പഞ്ചസാര അതിലിട്ട് കൊടുക്കട്ടോ. പഴം നല്ല മധുരമുള്ള പഴമാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും തുടർന്ന് ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 4 കോഴിമുട്ട ഉടച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ചും മൈദപ്പൊടിയും 3 ടേബിൾ സ്പൂൺ നിറച്ചും പശുവും പാല് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പൊക്കെ പോയ പാലിലേക്ക് കാച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ ഒരു 2 ചെറിയ ടീസ്പൂണിൽ നമ്മളെ കടുകെണ്ണയും കുറച്ച് ഏലക്കായി കേട്ടോ, ഫ്ലേവറിനനുസരിച്ചുള്ള ഏലക്കായി ഇട്ടിട്ട് നമുക്ക് നന്നാക്കി കുറച്ച് മധുരം ഇട്ട് കൊടുക്കണേ. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അങ്ങനെ മധുരം എത്ര വെച്ചാൽ അളവൊന്നുമില്ല, ഇഷ്ടം പോലെ മധുരം ഉള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ കുറച്ച് മധുരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഫൈനാക്കി നന്നാക്കി അടിച്ച് കൊണ്ടുവരാം കേട്ടോ. ഇങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു മധുരത്തിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് എന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ മധുരം ഇഷ്ടമുള്ള വീട്ടിലേ അത് പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ അധികം ആർക്കും മധുരം ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നന്നാക്കി അടിച്ച് കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 3:30 ഉണ്ടാക്കിയാൽ മതി. 4 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കിയാൽ നമുക്ക് കുട്ടികൾ വരുമ്പോഴൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ട് ഇതാ നന്നാക്കി ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും വിചാരിക്കും കേട്ടോ അത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ എന്തെങ്കിലും ഒന്നിൻ്റെ ഒരു കുറവ് കാണും കേട്ടോ. ഒന്നിക്ക് പഴം ഉണ്ടാവും, ബ്രെഡ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട്. ഇന്നിപ്പോൾ എല്ലാം ഒത്തൊരുമിച്ച് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അപ്പോഴേക്ക് പഴമൊക്കെ സോഫ്റ്റാക്കി വെച്ചിന് കേട്ടോ. അപ്പോൾ വഴറ്റിയിട്ട് അപ്പോൾ അത് ചൂട് തണിയതിന് ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു കാര്യം നമുക്ക് സിമ്പിളാണ് കേട്ടോ. ഈ ഒരു പണി ഈ ഒരു സ്റ്റേജ് വരെയുള്ളൂ. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ റംസാനൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാട്ടോ അത്. അപ്പോൾ നമ്മൾ ഒരു സോസ് പാന് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്താൽ അടിക്കൊരു പ്ലേറ്റ് വെക്കൽ നിർബന്ധം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും, കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഒരു പഴയ പ്ലേറ്റ് ഞാൻ ഇതിനായിട്ട് വെക്കണം. ചട്ടിപ്പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് കടുകെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താക്കുക, നമ്മൾ റൗണ്ടിൽ അരിഞ്ഞ പഴങ്ങളൊക്കെ ഒന്ന് നമുക്ക് നിരത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ കുറച്ച് അണ്ടി മുന്തിരിയൊക്കെ വാട്ടി വെച്ചിനല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കട്ടോ. എന്നിട്ട് ഒരു
15 മിനിറ്റ് അത്രയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടത് വേവാൻ വേണ്ടിയിട്ട്. പിന്നെ പല തീയുമായിരിക്കുമല്ലോ പല ഗ്യാസ് സ്റ്റൗവിനും. അപ്പോൾ ഞാനിവിടെ 15 മിനിറ്റ്. അപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ടിട്ട് നോക്കിയാൽ മതി കേട്ടോ വെന്തിക്കണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ അതുപോലെ പറ്റിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല എന്നിട്ട് അർത്ഥം. അപ്പോൾ എത്ര തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ചായക്കടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും പാത്രം കഴുകലിന് ഒരു ക്ഷാമവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ പാത്രമൊക്കെ നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇതൊക്കെ എടുത്ത പാത്രങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി മാറ്റി വെക്കട്ടെ. അപ്പോഴേക്ക് നമ്മൾ ആ സംഭവങ്ങളൊക്കെ റെഡിയാവും കേട്ടോ. പിന്നെ ഒന്ന് നമ്മൾ വൈകുന്നേരമല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ മോട്ടർ ഇടാനുള്ളവരുണ്ടാവും, അതുകൊണ്ട് തിരുമ്പിയതൊക്കെ എടുത്ത് വെക്കാനുള്ളവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മൾ ചായക്കടി റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടി നോക്കുമ്പം ഇതൊരു കണക്കിന് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് അടിമറിച്ചെന്ന് മുട്ടിക്കൊടുത്തപ്പോൾ വന്നിട്ടോ. ആ വീഡിയോ ഇവിടെ പോയി എന്ന് കാണാനേ ഇല്ലേ. അപ്പോൾ നല്ലോണം പൊന്തി വന്നിക്കണം, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ 3 സംഭവങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ ചായക്കടി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഒരു 3 നേന്ത്രപ്പഴവും 4 കോഴിമുട്ടയും 3 കഷ്ണം ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നല്ലൊരു പോള റെഡിയാക്കാം കേട്ടോ. നമ്മൾ കായ്പോള ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് കൂട്ടൂലല്ലേ. ബ്രെഡ് കൂട്ടുമ്പോൾ നല്ലൊരു ഉറപ്പ് വന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പോൾ ബ്രെഡൊക്കെ എപ്പോഴും വാങ്ങിയിട്ട് നമ്മൾ പല രീതിക്ക് മാറ്റി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.